പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റവും മറ്റുള്ളവർ നമ്മളോട് ഇടപെടുന്ന രീതിക്ക് കൂടുതൽ ആൾക്കാരും നെഗറ്റീവ് ഇൻ്റർപ്രിട്ടേഷനാണ് കൊടുക്കാറ്. അതായത് നെഗറ്റീവായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. ഇപ്പോൾ നമ്മളൊരു കല്യാണ സ്ഥലത്ത് പോയി, ഒരാൾ നമ്മളെ കണ്ടിട്ട് ചിരിച്ചില്ല. സാധാരണഗതിയിൽ എന്താണ്, അവനിപ്പോൾ ഇച്ചിരി പൈസയ്ക്കും അല്ലെ മറ്റെന്തെങ്കിലും നമ്മുടെ നോട്ടത്തിൽ അയാൾ അടുത്ത കാലത്ത് ഒരു ഉയർച്ച ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉടനെ സാധാരണ ഒരാൾ ചിന്തിക്കുന്നത് എന്താണ്, ഭയങ്കര ജാടയായിപ്പോയി, പഴയ പോലെയൊന്നുമല്ല, പുള്ളി ഇപ്പം വലിയ ആളായിപ്പോയി, നമ്മളെയൊന്നും കണ്ടാൽ അറിയുകയല്ല. നോർമലി നമ്മൾ കേൾക്കാറുള്ളൊരു ഭാഷയാണ്. യഥാർത്ഥത്തിൽ ആ പുള്ളി വേറെ വല്ല പേഴ്സണൽ പ്രശ്നത്തിലായിരിക്കും നിൽക്കുന്നത്. ഇതെന്താണെന്ന് പോലും നമുക്കറിയാമല്ല. അങ്ങനെ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം അല്ലെ അതുപോലെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മുമ്പിൽ വന്നത് ചിലപ്പം പുള്ളി അറിഞ്ഞു പോലും കാണിയല്ല. ഇതുമായിട്ട് ഒരു ബന്ധവും കാണിയല്ല. പുള്ളിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. ആ പുള്ളി പണ്ടത്തെ പോലെയല്ല. നമ്മൾ ചിന്തിക്കുന്നതല്ല, പബ്ലിക് സാധാരണ ചിന്തിക്കുന്നതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തിട്ട് അത് മറന്നേക്കുക. അത് പോസിറ്റീവായിട്ടുള്ള വ്യാഖ്യാനം, അതെന്തെങ്കിലും വേറെ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കാരണമായിരിക്കാം എന്ന് നമ്മളങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നമ്മുടെ പരിപാടിക്ക് പോവുക. ഇത് നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മുടെ മൂഡ് പോസിറ്റീവായിട്ട് നിർത്താൻ പറ്റിയില്ല. അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടും. അത് ടീമിലുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ മൂഡിനെ ബാധിച്ചിട്ടുണ്ടാകും. അപ്പം എപ്പോഴും പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ വളരെ പ്രധാനപ്പെട്ടാണ്.